കൂട്ടുകാരെ, നമുക്ക് നേരെ ആദ്യത്തെ കണക്കിലേക്ക് കടക്കാം, അല്ലേ? തുടങ്ങാം. ഇവിടെ 5 മീറ്റർ നീളമുള്ള ഒരു പൈപ്പുണ്ട്. ഈ പൈപ്പ് മുറിക്കുന്നതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലേതൊക്കെയാണ് ശരി എന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തേത്, ഇതിനെ 1 മീറ്റർ വീതമുള്ള 5 കഷ്ണങ്ങളാക്കാം. 2, 500 സെന്റിമീറ്ററാണ് ഇതിന്റെ ആകെ നീളം. 3, ഇതിനെ 50 സെന്റിമീറ്റർ വീതമുള്ള 10 കഷ്ണങ്ങളാക്കാം. പിന്നെ നാലാമത്തേത്, 5 കഷ്ണങ്ങളാക്കിയാൽ ഓരോന്നും 100 മില്ലിമീറ്റർ ആയിരിക്കുമെന്ന്. ഇതിലേതൊക്കെയാ ശരി? ഇത് കണ്ടുപിടിക്കാൻ അത് വളരെ എളുപ്പമാണ്. നമുക്ക് ആദ്യം ഈ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റിയാലോ? അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അത് നല്ല ഐഡിയ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണെന്ന് ഓർമ്മയുണ്ടല്ലോ, അല്ലേ? ഉണ്ട്. 100 സെന്റിമീറ്റർ എന്റെ കയ്യിലുള്ള സ്കെയിലുണ്ട്. മിടുക്കൻ. അപ്പോ 5 മീറ്റർ എന്ന് പറഞ്ഞാലോ? 5 ഗുണം 100, 500 സെന്റിമീറ്റർ. നമ്മുടെ രണ്ടാമത്തെ പ്രസ്താവന എന്താ? 500 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ആകെ നീളം. അത് ശരിയല്ലേ? അത് ശരിയാണ്. അപ്പോൾ രണ്ടാമത്തേത് ഓക്കെ. ഇനി ഒന്നാമത്തേത് നോക്കാം. 1 മീറ്റർ വീതമുള്ള 5 കഷ്ണങ്ങൾ. അത് ശരിയാണോ? അതും ശരിയാണല്ലോ. 1 മീറ്ററിന്റെ 5 കഷ്ണങ്ങൾ ചേർന്നാൽ 5 മീറ്റർ ആവുമല്ലോ. അതെ, അതും ശരി. ഇനി മൂന്നാമത്തെ കാര്യം, 50 സെന്റിമീറ്റർ വീതമുള്ള 10 കഷ്ണങ്ങൾ. ഇത് 5 മീറ്റർ ആവുമോ? 10നെ 50 കൊണ്ട് ഗുണിക്കണം. 10നെ 5 കൊണ്ട് ഗുണിച്ചാൽ 50, കൂടെ ഒരു 0, 500. 500 സെന്റിമീറ്റർ. അപ്പോൾ അതും 5 മീറ്റർ തന്നെയാണല്ലേ? അതെ. അപ്പോൾ 1ഉം 2ഉം 3ഉം കാര്യങ്ങൾ ശരിയാണ്. അതെ. ഇനി ആ നാലാമത്തേതിലാണ് ഒരു കുസൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെന്താ? 5 കഷ്ണങ്ങളാക്കിയാൽ ഓരോന്നും 100 മില്ലിമീറ്റർ. 5 മീറ്റർ പൈപ്പിനെ 5 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന് എത്ര നീളം വരും? 1 മീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. 100 മില്ലിമീറ്റർ അല്ല. 100 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ വെറും 10 സെന്റിമീറ്ററേ ഉള്ളൂ. അത് വളരെ ചെറുതാണല്ലോ. അപ്പൊ നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. അതെ. അപ്പോ ശരിയായവ 1, 2, 3ഉമാണ്. വളരെ എളുപ്പമായിരുന്നല്ലോ. ഇനി അടുത്തതിലേക്ക് പോകാം. 2 കിലോമീറ്ററിനെ കുറിച്ചുള്ള 4 കാര്യങ്ങളിൽ തെറ്റായത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കണം, ഇത്തവണ തെറ്റായതാണ് വേണ്ടത്. ശരി. ഇത് ഡോറയുടെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ച തെറ്റായ ഉത്തരം കണ്ടുപിടിക്കുന്ന പോലെ രസമുണ്ട്. പ്രസ്താവനകൾ പറയാം. 1, ഇത് 2000 മീറ്ററിന് തുല്യമാണ്. 2, ഇത് 200 മീറ്ററാണ്. 3, 4 തവണ 500 മീറ്റർ ചേർന്നതാണിത്. 4, 1 കിലോമീറ്ററിനേക്കാൾ 100 മീറ്റർ കൂടുതലാണ്. ഓക്കെ. ആദ്യം നമുക്ക് കിലോമീറ്ററും മീറ്ററും തമ്മിലുള്ള ബന്ധം നോക്കാം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. അതെ. അപ്പൊ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാലോ? 1000 അധികം 1000, അതായത് 2000 മീറ്റർ. അപ്പോ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ശരിയാണ്. പക്ഷെ നമുക്ക് തെറ്റായതാണല്ലോ വേണ്ടത്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. ഇത് 200 മീറ്റർ ആണ്. അത് ശരിയാണോ? അല്ല. 2000ഉം 200ഉം ഒന്നല്ലല്ലോ. ഒരു 0ന്റെ വ്യത്യാസമുണ്ട്. അത് വലിയ വ്യത്യാസമാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഒരെണ്ണം കിട്ടി. ഒരെണ്ണം കിട്ടി. ഇനി മൂന്നാമത്തത് നോക്കാം. 4 ഗുണം 500 മീറ്റർ. 4 ഗുണം 500, അത് 2000 മീറ്റർ. അതും 2 കിലോമീറ്റർ തന്നെ. അപ്പൊ അതും ശരിയായ പ്രസ്താവനയാണ്. അതെ. ഇനി നാലാമത്തേതോ? 1 കിലോമീറ്ററിനേക്കാൾ 100 മീറ്റർ കൂടുതൽ. 1 കിലോമീറ്റർ 1000 മീറ്റർ. അതിനോട് 100 കൂട്ടിയാൽ 1100 മീറ്റർ. അത് 2000 മീറ്റർ അല്ലല്ലോ. അല്ല. അപ്പൊ അതും തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ 2ഉം 4ഉം തെറ്റാണ്. മിടുക്കൽ. അപ്പൊ നമ്മൾ 2 തെറ്റായ പ്രസ്താവനകൾ കണ്ടുപിടിച്ചു. അടുത്തത് 125 സെന്റിമീറ്റർ എന്ന അളവിനെ പല രീതിയിൽ എഴുതിയിരിക്കുന്നു. ഇതിൽ ശരിയായവ ഏതെല്ലാമാണെന്ന് കണ്ടുപിടിക്കണം. 125 സെന്റിമീറ്ററിനെ നമുക്ക് പല വേഷങ്ങൾ കെട്ടിക്കാം. ഓപ്ഷനുകൾ പറയാം. 1, 1 മീറ്റർ 25 സെന്റിമീറ്റർ. 2, 1250 മില്ലിമീറ്റർ. 3, 1.25 മീറ്റർ. നാലാമത്തത് 1.5 മീറ്റർ. ഓക്കെ. ആദ്യത്തെ വേഷം നോക്കാം. മീറ്ററും സെന്റിമീറ്ററും. 100 സെന്റിമീറ്റർ ചേർന്നാൽ 1 മീറ്റർ ആകും, അല്ലേ? അതെ. അപ്പോൾ 125നെ നമുക്ക് 100 അധികം 25 എന്നെഴുതാം. അപ്പോൾ 100 സെന്റിമീറ്ററിന് പകരം 1 മീറ്റർ, ബാക്കി 25 സെന്റിമീറ്റർ. അപ്പോൾ 1 മീറ്റർ 25 സെന്റിമീറ്റർ. ഒന്നാമത്തത് ശരിയാണ്. ഇനി ഇതിനെ മില്ലിമീറ്റർ ആക്കിയാലോ? 1 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്ററാ? 10 മില്ലിമീറ്റർ. അപ്പോൾ 125 സെന്റിമീറ്ററോ? 125നെ 10 കൊണ്ട് ഗുണിക്കണം. ഏതൊരു സംഖ്യയും 10 കൊണ്ട് ഗുണിക്കാൻ അവസാനം ഒരു 0 ഇട്ടാൽ മതി. അപ്പോ 1250 മില്ലിമീറ്റർ. രണ്ടാമത്തതും ശരി. അതെ. ഇനി മൂന്നാമത്തത് 1.25 മീറ്റർ.
സെന്റിമീറ്ററിനെ മീറ്ററാക്കാൻ 100 കൊണ്ട് ഹരിക്കണം. 125 ഹരിക്കണം 100. അത് 1.25 ആണ്. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി അവസാനത്തത് 1.5 മീറ്റർ. 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററും അര മീറ്ററും. അര മീറ്റർ 50 സെന്റിമീറ്റർ അല്ലേ? അതെ. അപ്പോൾ 1 മീറ്ററും 50 സെന്റിമീറ്ററും ചേർന്നാൽ 150 സെന്റിമീറ്റർ. നമ്മുടെ കയ്യിലുള്ളത് 125 ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. വളരെ ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. അടുത്തത് 45 മില്ലിമീറ്ററിന്റെ കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ: 1. ഇത് 4 സെന്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ്. 2. ഇത് 4.5 സെന്റിമീറ്ററാണ്. 3. ഇത് അര മീറ്ററാണ്. 4. 5 സെന്റിമീറ്ററിനേക്കാൾ 5 മില്ലിമീറ്റർ കുറവാണ്. ഇതിലേതായിരിക്കും തെറ്റ്? മോട്ടുവിനും പട്ലുവിനും കൂടി ഒരു അര മീറ്റർ നീളമുള്ള ജിലേബി കൊടുത്താൽ അത് എത്ര സെന്റിമീറ്റർ കാണും? അര മീറ്റർ 50 സെന്റിമീറ്റർ. അതെ. അതിനെ മില്ലിമീറ്റർ ആക്കിയാലോ? 50 × 10 500 മില്ലിമീറ്റർ. ഓ, അപ്പോൾ അര മീറ്റർ 500 മില്ലിമീറ്ററാണ്. നമ്മുടെ ചോദ്യത്തിൽ വെറും 45 മില്ലിമീറ്ററേ ഉള്ളൂ. അപ്പോ മൂന്നാമത്തെ പ്രസ്താവന ഇത് അര മീറ്റർ ആണ് എന്നത് ശരിയാണോ? ഒരിക്കലും അല്ല, അത് തെറ്റാണ്. തീർച്ചയായും. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്നാലും ബാക്കിയുള്ളവ കൂടി ശരിയാണോന്ന് നോക്കാം, അല്ലേ? നോക്കാം. 45 മില്ലിമീറ്ററിനെ നമുക്ക് 40 മില്ലിമീറ്റർ അധികം 5 മില്ലിമീറ്റർ എന്ന് എഴുതാം. 40 മില്ലിമീറ്റർ 4 സെന്റിമീറ്റർ ആണ്. അപ്പോ 4 സെന്റിമീറ്ററും 5 മില്ലിമീറ്ററും. ഒന്നാമത്തെ പ്രസ്താവന ശരി. ഇതിനെ 4.5 സെന്റിമീറ്റർ എന്നും എഴുതാമല്ലോ. അപ്പോൾ രണ്ടാമത്തേതും ശരി. ഇനി നാലാമത്തത് 5 സെന്റിമീറ്റർ 50 മില്ലിമീറ്റർ ആണ്. അതിൽ നിന്ന് 5 കുറച്ചാൽ 45. അപ്പോൾ അതും ശരിയാണ്. അതെ. അപ്പോൾ തെറ്റായ പ്രസ്താവന മൂന്നാമത്തത് മാത്രമാണ്. അടുത്തതൊരു ഗ്രൗണ്ടിന്റെ കണക്കാണ്. ഗ്രൗണ്ടിന് 40 മീറ്റർ നീളവും 30 മീറ്റർ 50 സെന്റിമീറ്റർ വീതിയുമുണ്ട്. താഴെ പറയുന്നവയിൽ ശരിയായവ ഏതൊക്കെ? നമുക്ക് ലിറ്റിൽ സിംഗത്തെ പോലെ ഈ കേസ് സോൾവ് ചെയ്യാം. ഓപ്ഷനുകൾ പറയാം. 1. നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം 9 മീറ്റർ 50 സെന്റിമീറ്റർ. 2. ഗ്രൗണ്ടിന്റെ ചുറ്റളവ് 141 മീറ്റർ. 3. നീളവും വീതിയും കൂട്ടിയാൽ 70.5 മീറ്റർ. 4. നീളം വീതിയേക്കാൾ 10 മീറ്റർ കൂടുതലാണ്. ഓക്കെ. ആദ്യം തന്നെ ഈ വീതിയെ ഒരൊറ്റ യൂണിറ്റിലേക്ക് മാറ്റാം. 30 മീറ്റർ 50 സെന്റിമീറ്റർ. 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അര മീറ്റർ. അതായത് 0.5 മീറ്റർ. അപ്പോ വീതി 30.5 മീറ്റർ. അതെ. ഇനി ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം 40-ൽ നിന്ന് 30.5 കുറയ്ക്കണം. 40-ൽ നിന്ന് 30 പോയാൽ 10. അതിൽ നിന്ന് ഒരു 0.5 കൂടി കുറച്ചാൽ 9.5 മീറ്റർ. 9.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 9 മീറ്ററും 50 സെന്റിമീറ്ററും. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി മൂന്നാമത്തത് നോക്കാം. നീളവും വീതിയും കൂട്ടിയാൽ 70.5 മീറ്റർ. കൂട്ടി നോക്കാം. 40 അധികം 30.5. 40ഉം 30ഉം 70. കൂടെ 0.5 കൂടി ചേർത്താൽ 70.5 മീറ്റർ. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി ചുറ്റളവ്. ചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ നീളം പ്ലസ് വീതി ഇൻറ്റു 2. നമ്മൾ നീളവും വീതിയും കൂട്ടിയപ്പോൾ 70.5 കിട്ടി. അതെ. അതിനെ 2 കൊണ്ട് ഗുണിക്കണം. 70.5ന്റെ ഇരട്ടി 70യുടെ ഇരട്ടി 140. 0.5ന്റെ ഇരട്ടി 1. അപ്പം 141 മീറ്റർ. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണല്ലോ. അതെ. ഇനി നാലാമത്തെ പ്രസ്താവനയോ? നീളം വീതിയേക്കാൾ 10 മീറ്റർ കൂടുതലാണ് എന്ന്. അല്ല, നമ്മൾ വ്യത്യാസം കണ്ടുപിടിച്ചല്ലോ. 9.5 മീറ്ററാണ്, 10 മീറ്റർ അല്ല. അപ്പോൾ അത് തെറ്റാണ്. അപ്പോ ശരിയായവ 1ഉം 2ഉം 3ഉമാണ്. അടുത്തത് വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ 1 മീറ്ററിന് തുല്യമല്ലാത്തത് ഏതാണ്? ഓപ്ഷനുകൾ: 100 സെന്റിമീറ്റർ, 1000 മില്ലിമീറ്റർ, 10 സെന്റിമീറ്റർ, പിന്നെ 0.001 കിലോമീറ്റർ. ഇത് ഒറ്റനോട്ടത്തിൽ ഉത്തരം പറയാമല്ലോ. ഏതാണ്? 1 മീറ്റർ എന്നാൽ 100 സെന്റിമീറ്റർ ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 100 സെന്റിമീറ്റർ എന്നാൽ 1000 മില്ലിമീറ്ററുമാണ്. ശരി. ഇനി കിലോമീറ്ററിന്റെ കാര്യം. 1000 മീറ്റർ ചേരുമ്പോഴാണ് 1 കിലോമീറ്റർ. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്ററിനെ 1000-ആയി ഭാഗിച്ചതിൽ 1 അതാണ് 0.001 കിലോമീറ്റർ. ഓക്കെ. അപ്പോ
ആദ്യത്തേതും രണ്ടാമത്തേതും നാലാമത്തേതും 1 മീറ്ററിന് തുല്യമാണ്. അപ്പോ തുല്യമല്ലാത്തത് മൂന്നാമത്തെ ഓപ്ഷൻ 10 സെന്റിമീറ്റർ. അതെ, അത് 1 മീറ്ററിന്റെ 10 മാത്രമേ ഉള്ളൂ. കൂട്ടുകാരെ, ഇതുവരെയുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ, കൂടുതൽ രസകരമായി കണക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അതെ, നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനുമാണ് ഞങ്ങളുടെ പ്രോത്സാഹനം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ഓട്ടമത്സരത്തിന്റെ കാര്യമാണ്. ഓടാൻ റെഡിയായിക്കോളൂ. 1500 മീറ്റർ ഓട്ടമത്സരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. 1. ഇത് 1.5 കിലോമീറ്റർ ദൂരമാണ്. 2. 500 മീറ്റർ വീതമുള്ള 3 ലാപ്പുകൾ ഓടണം. 3. 1.5 മീറ്റർ ഓടണം. 4. 2 കിലോമീറ്റർ തികയ്ക്കാൻ 500 മീറ്റർ കൂടി ഓടണം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ഓട്ട മത്സരത്തിൽ വെറും 1.5 മീറ്റർ ഓടിയാൽ മതിയോ? അത് നമ്മൾ ഒരു ചാട്ടം ചാടിയാ തീർന്നില്ലേ? 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള വലിയ സ്കെയിലിന്റെ അത്രയേ ഉള്ളൂ. 1500 മീറ്റർ വലിയ ദൂരമാണ്. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് ഒറ്റയടിക്ക് മനസ്സിലായല്ലേ? അതെ, അത് ഉറപ്പാണ്. എന്നാലും ബാക്കി ഓപ്ഷനുകൾ കൂടി നോക്കാം. 1500 മീറ്റർ എന്ന് പറയുന്നത് 1.5 കിലോമീറ്ററാണ്, 1.5 മീറ്റർ അല്ല. 1500 മീറ്റർ എന്നാൽ 1000 മീറ്ററും 500 മീറ്ററും, അതായത് 1 കിലോമീറ്ററും 1/2 കിലോമീറ്ററും. അതാണ് 1.5 കിലോമീറ്റർ. ഒന്നാമത്തേത് ശരി. 500 മീറ്ററിന്റെ 3 ലാപ്പുകൾ ഓടിയാൽ 3 ഗുണം 500, അതും 1500 മീറ്റർ. അപ്പൊ രണ്ടാമത്തേതും ശരി. ഇനി നാലാമത്തേത് 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2000 മീറ്റർ. 1500 ഓടിക്കഴിഞ്ഞാൽ 2000 ആകാൻ എത്ര കൂടി വേണം? 500 മീറ്റർ. അപ്പോൾ നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. തെറ്റായത് മൂന്നാമത്തേത് മാത്രം. ഇനി ഒരു പെൻസിലിന്റെ നീളത്തിന്റെ കണക്കാണ്. 8 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ നീളമുള്ളൊരു പെൻസിലിനെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷനുകൾ: 1. 85 മില്ലിമീറ്റർ നീളമുണ്ട്. 2. 8.5 സെന്റിമീറ്റർ നീളമുണ്ട്. 3. 9 സെന്റിമീറ്ററിനേക്കാൾ 5 മില്ലിമീറ്റർ കുറവാണ്. 4. 0.85 മീറ്റർ നീളമുണ്ട്. ഓക്കെ, നമുക്ക് ഈ അളവിനെ മുഴുവനായും മില്ലിമീറ്ററിലേക്ക് മാറ്റാം. 80 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 80 മില്ലിമീറ്റർ. അതിന്റെ കൂടെ ഒരു 5 മില്ലിമീറ്റർ കൂടിയുണ്ട്. അപ്പൊ 85 മില്ലിമീറ്റർ. അതെ, അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 85 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 8.5 സെന്റിമീറ്റർ. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി മൂന്നാമത്തേത് നോക്കൂ. 9 സെന്റിമീറ്ററിനേക്കാൾ 5 മില്ലിമീറ്റർ കുറവാണ്. 9 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്ററാ? 90 മില്ലിമീറ്റർ. 90ൽ നിന്ന് 5 കുറച്ചാൽ 85. അപ്പോൾ അതും ശരിയാണല്ലോ. നാലാമത്തേത് 0.85 മീറ്റർ നീളമുണ്ടെന്ന്. മീറ്ററിലോ? ഒരു പെൻസിലിന് അത്രയ്ക്ക് നീളമുണ്ടാവോ? 0.85 മീറ്റർ എന്ന് പറഞ്ഞാൽ 85 സെന്റിമീറ്ററാണ്. അതെ, നമ്മുടെ പെൻസിലിന് 8.5 സെന്റിമീറ്റർ നീളമേ ഉള്ളൂ. അപ്പൊ നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. ശരിയാണ്. അപ്പോ 1, 2, 3 ശരി. അതെ. അടുത്ത ഒരു വലിയ ദൂരമാണ്, 25,000 മീറ്റർ. ഇതിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1. ഇത് 25 കിലോമീറ്ററാണ്. 2. ഇത് 250 കിലോമീറ്ററാണ്. 3. 2.5 കിലോമീറ്ററാണ്. 4. 10 കിലോമീറ്ററിനേക്കാൾ കൂടുതലാണ്. മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതെന്താ? ആ സംഖ്യയുടെ അവസാനത്തെ 3 പൂജ്യങ്ങളങ്ങ് മാറ്റിയാൽ മതി. കാരണം നമ്മൾ 1000 കൊണ്ടാണല്ലോ ഹരിക്കുന്നത്. സിമ്പിൾ. അപ്പോ 25,000 മീറ്ററിലെ 3 പൂജ്യങ്ങൾ പോയാൽ 25. 25 കിലോമീറ്റർ. അപ്പോ ഒന്നാമത്തെ പ്രസ്താവന ശരി. 2, 3 തെറ്റാണ്. ഇനി നാലാമത്തത് 10 കിലോമീറ്ററിനേക്കാൾ കൂടുതലാണ്. 25 എന്നത് 10നേക്കാൾ വലുതാണല്ലോ. അപ്പൊ അതും ശരിയാണ്. കറക്റ്റ്. അപ്പോ 1ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. അടുത്തത് ഒരു ചതുരത്തിന്റെ കണക്ക്. ചുറ്റളവ് 30 സെന്റിമീറ്ററും നീളം 10 സെന്റിമീറ്ററുമായ ഒരു ചതുരത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? ഇത് ശ്രദ്ധിച്ച് ചെയ്യണം. പ്രസ്താവന 1. വീതി 5 സെന്റിമീറ്ററാണ്. 2. വീതി 50 മില്ലിമീറ്ററാണ്. 3. നീളവും വീതിയും തുല്യമാണ്. 4. നീളം വീതിയുടെ ഇരട്ടിയാണ്. ഓക്കെ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണല്ലേ? അതെ. ഇവിടെ ചുറ്റളവ് 30 എന്ന് തന്നിട്ടുണ്ട്. അപ്പോ 30 സമം 2 ഇൻറ്റു 10 പ്ലസ് വീതി. ഇതിനർത്ഥം നീളവും വീതിയും കൂട്ടിയാൽ 30ന്റെ പകുതിയായ 15 കിട്ടണം. നീളം 10 ആണെന്ന് നമുക്കറിയാം. അപ്പോ 10നോട് എത്ര കൂട്ടിയതാണ് 15 കിട്ടുക? 5.
അപ്പോ വീതി 5 സെന്റിമീറ്റർ. അതെ. അപ്പോ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 50 മില്ലിമീറ്റർ. അപ്പൊ രണ്ടാമത്തേതും ശരിയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന നോക്കൂ. നീളം വീതിയുടെ ഇരട്ടിയാണ്. നീളം 10, വീതി 5. 5ന്റെ ഇരട്ടിയാണല്ലോ 10. അതെ, അതും ശരിയാണ്. അപ്പൊ മൂന്നാമത്തേതോ? നീളവും വീതിയും തുല്യമാണ് എന്ന് 10ഉം 5ഉം തുല്യമാണോ? അല്ല. അപ്പോ അതാണ് തെറ്റായ പ്രസ്താവന. മിടുക്കൻ, അത് തന്നെ ഉത്തരം. ഇനി 6 മീറ്റർ തുണി 4 പേർക്ക് തുല്യമായി വീതിച്ചു കൊടുക്കുകയാണ്. അപ്പോ ശരിയായ കാര്യങ്ങളേതൊക്കെ? മഞ്ചാടിക്കുട്ടിയെപ്പോലെ നമുക്കിത് വേഗം കണ്ടുപിടിക്കാം. ഓപ്ഷനുകൾ: 1. ഒരാൾക്ക് 1.5 മീറ്റർ തുണി കിട്ടും. 2. ഒരാൾക്ക് 1.5 മീറ്റർ 50 സെന്റിമീറ്ററും കിട്ടും. 3. ഒരാൾക്ക് 125 സെന്റിമീറ്റർ കിട്ടും. 4. ഒരാൾക്ക് 1500 മില്ലിമീറ്റർ കിട്ടും. ഓക്കെ. 6 മീറ്ററിനെ 4 പേർക്കായി വീതിക്കണം. അതായത് 6 ഹരിക്കണം 4. 6നെ 4 കൊണ്ട് ഹരിച്ചാൽ 1.5 1.5 മീറ്റർ. അതെ, 1.5 മീറ്റർ. 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററും 1/2 മീറ്ററും. അതായത് 1 മീറ്ററും 50 സെന്റിമീറ്ററും. അപ്പോ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന 125 സെന്റിമീറ്റർ എന്നാണ്. 1.5 മീറ്റർ 150 സെന്റിമീറ്റർ ആണ്, 125 അല്ല. അപ്പൊ അത് തെറ്റാണ്. നാലാമത്തേത് 1500 മില്ലിമീറ്റർ. 180 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1500 മില്ലിമീറ്റർ ആണല്ലോ. അപ്പോൾ അതും ശരിയാണ്. അപ്പോ 1ഉം 2ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. അടുത്തത് 2 അളവുകൾ കൂട്ടാനുള്ള ചോദ്യമാണ്. 7 സെന്റിമീറ്റർ 2 മില്ലിമീറ്റർ, 3 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ. ഇവയുടെ തുക. ഇത് കൂട്ടാൻ എളുപ്പമാണ്. ഓപ്ഷനുകളിലെ ശരിയായവ കണ്ടുപിടിക്കണം. 1. 10 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ. 2. 11 സെന്റിമീറ്റർ. 3. 110 മില്ലിമീറ്റർ. 4. 10.10 സെന്റിമീറ്റർ. ഒരേപോലെയുള്ള യൂണിറ്റുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ആദ്യം സെന്റിമീറ്ററുകൾ കൂട്ടാം. 7ഉം 3ഉം 10 സെന്റിമീറ്റർ. ഇനി മില്ലിമീറ്ററുകൾ 2ഉം 8ഉം 10 മില്ലിമീറ്റർ. അപ്പോൾ ഉത്തരം 10 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ. ഒന്നാമത്തെ പ്രസ്താവന ശരി. അവിടെ ഒരു രസമുണ്ട്. 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാണ്? 1 സെന്റിമീറ്റർ. അപ്പോ 10 സെന്റിമീറ്ററിന്റെ കൂടെ ആ 1 സെന്റിമീറ്റർ കൂടി കൂട്ടണം. അപ്പൊ ആകെ എത്രയായി? 11 സെന്റിമീറ്റർ. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണല്ലോ. അതെ, 11 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 110 മില്ലിമീറ്റർ ആണ്. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോ 1ഉം 2ഉം 3ഉം ശരിയാണ്. അതെ. അടുത്തത് 20 സെന്റിമീറ്റർ ഉള്ള ഒരു സ്കെയിലിൽ 12 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ അടയാളപ്പെടുത്തിയാൽ അതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? 1. ബാക്കി ഭാഗം 7 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ. 2. ബാക്കി ഭാഗം 75 മില്ലിമീറ്റർ. 3. അടയാളപ്പെടുത്തിയത് 125 മില്ലിമീറ്റർ. 4. ബാക്കി ഭാഗം 8.5 സെന്റിമീറ്റർ. ഓക്കെ, ആകെ 20 സെന്റിമീറ്റർ. അതിൽ 12 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ. അതായത് 12.5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. ബാക്കി കാണാൻ എന്ത് ചെയ്യണം? 20ൽ നിന്ന് 12.5 കുറയ്ക്കണം. അതെ, 20ൽ നിന്ന് 12 കുറച്ചാൽ 8. അതിൽ നിന്ന് 0.5 കൂടി കുറച്ചാൽ 7.5 സെന്റിമീറ്റർ. 7.5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 7 സെന്റിമീറ്ററും 5 മില്ലിമീറ്ററും. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 7.5 സെന്റിമീറ്ററിനെ 75 മില്ലിമീറ്റർ എന്നും എഴുതാം. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. അടയാളപ്പെടുത്തിയ ദൂരം 12.5 സെന്റിമീറ്റർ, അതായത് 125 മില്ലിമീറ്റർ. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ തെറ്റായത് ഏതാണ്? നാലാമത്തത്. ബാക്കി ഭാഗം 8.5 സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ബാക്കി 7.5 സെന്റിമീറ്ററാണ്. കറക്റ്റ്. ഇതാ നമ്മുടെ അവസാനത്തെ ചോദ്യം. 1.25 മീറ്റർ എന്ന അളവിനെ സൂചിപ്പിക്കുന്ന ശരിയായവ ഏതൊക്കെയാണ്? ഇത് നല്ല ചോദ്യമാണ്. ഓപ്ഷനുകൾ: 1. 1.25 മീറ്റർ. 2. 125 സെന്റിമീറ്റർ. 3. 1 മീറ്റർ 250 മില്ലിമീറ്റർ. 4. 1 മീറ്റർ 25 സെന്റിമീറ്റർ. 1.25 മീറ്റർ എന്ന് പറഞ്ഞാൽ 1ഉം 0.25ഉം ചേർന്നതാണ്. 0.25 എന്ന് പറഞ്ഞാൽ കാൽഭാഗം. അപ്പൊ ഇത് 1.25 മീറ്ററാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 1.25 മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോ 125 സെന്റിമീറ്റർ. രണ്ടാമത്തേതും ശരി. 125 സെന്റിമീറ്ററിനെ 1 മീറ്ററും 25 സെന്റിമീറ്ററും എന്നും പറയാമല്ലോ. അതെ. അപ്പോ നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി മൂന്നാമത്തേത്.
1 മീറ്റർ 250 മില്ലിമീറ്റർ. 25 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 250 മില്ലിമീറ്റർ ആണല്ലോ. അതെ, അപ്പോൾ അതും ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും 1.25 മീറ്ററിനെ ശരിയായി സൂചിപ്പിക്കുന്നു. മിടുക്കരായി നിങ്ങൾ എല്ലാവരും ഇത് കണ്ടുപിടിച്ചല്ലോ. ഇന്നത്തെ എല്ലാ ചോദ്യങ്ങളും അതിന്റെ എളുപ്പവഴികളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ കളിച്ചും ചിരിച്ചും വേണം കണക്ക് പഠിക്കാൻ. അപ്പോൾ അതൊരു ഭാരമായി തോന്നില്ല. തീർച്ചയായും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തു പരിശീലിക്കുമ്പോൾ കണക്ക് വളരെ എളുപ്പമാകും. ഞങ്ങളുടെ ഈ ചാനലിൽ 4ാം ക്ലാസ്സിലെ മറ്റു പാഠങ്ങളുടെ വർക്കുകളും ക്യൂസുകളും ഒക്കെയുണ്ട്. സയൻസ് ക്വിസ്, സോഷ്യൽ സയൻസ് ക്വിസ്, കണക്ക് ക്വിസ് എന്നിങ്ങനെ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് നന്നായി പഠിക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.